തോമസ് എന്തോ കാര്യമായിട്ട് എഴുതുന്നുണ്ടല്ലോ. Mind your business, lady. It's Pascal's triangle. It's the expansion of binomial theorem. എന്താ? ഒന്നുമില്ല. താങ്ക് യു. തോമസ് കഴിക്കൂലേ? അല്ല, അവൻ അടിക്കില്ല. എന്റെ പൊന്നെ, ഇങ്ങനൊന്നും അടിക്കല്ലേ, ഡേഞ്ചർ ആണ്. അല്ല, എനിക്ക് ഇങ്ങനെയാ ശീലം. അയ്യോ, പേടിക്കണ്ട കേട്ടോ, ഞാൻ അത്ര വലിയ കുടിയനൊന്നുമല്ല. എനിക്കെന്തിനു പേടി? അല്ല, വരാം. ഞങ്ങളൊന്ന് ഫിനിഷ് ചെയ്തിട്ട്. ഇതൊന്ന് നോക്കിയേക്കണേ. ഓ, എടാ, നീ അവള് പറഞ്ഞത് കേട്ടാ, ഞാൻ കുടിക്കുന്നതിലൊന്നും അവൾക്ക് വലിയ പ്രശ്നമില്ലാന്ന്. എടാ, അതല്ല, നീ കുടിച്ച ചത്താലോക്ക് ഒരു തേങ്ങയില്ലാന്ന്, അതായത് നിന്നോട് അവൾക്ക് ഒന്നുമില്ലാന്ന്. അങ്ങനൊന്നും അല്ല അത്. നീ എന്തായാലും സംസാരിക്കാൻ സെറ്റ് ചെയ്ത ആംബിയൻസ് ഉള്ളാട്ടാ. ഇവിടെ ഇരുന്ന് മനസ്സമാധാനമായിട്ട് എങ്ങനെ മിണ്ടോടാ? ഇവിടെ സമാധാനം ഉണ്ടാക്കാൻ വന്നല്ല, വൈബ് ചെയ്യാൻ വന്നല്ലേ. നീ വന്ന് നമുക്ക് അവരോടൊപ്പം ചില്ലിയാ. ബാ, എന്നെ കൊണ്ട് ഇതൊന്നും പറ്റൂല എന്ന് എനിക്ക് അറിയാൻ പാടില്ലേ. ഇതൊരുമാതിരി പുകയും സൗണ്ടും. എടാ, സൗണ്ട് ഒന്ന് കുറച്ചൊക്കെ പറഞ്ഞ DJ മിണ്ടാണ്ടിരി എന്തൊന്നാണ് കാണിക്കണത്. വേറൊരു വഴിയുണ്ട്, നമുക്ക് കാർത്തിക അടുത്ത് നൈസായിട്ട് കാര്യം അവതരിപ്പിച്ചാലാ. കാർത്തികേ, എനിക്ക് റീനുനെ മതി. ഷെടാ, എടാ, കാർത്തിക നമ്മുടെ കൂടെ ഉണ്ട്, പകുതി കാര്യങ്ങളും ഓക്കെയാണ്. അവൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും, നല്ല കുട്ടിയാവള്. അവന്മാരെന്താ അവിടെ പതുങ്ങിയിരിക്കുന്നേ? ചെല്, വരാൻ പറ. എടാ, തേടിയവളി കാലി ചുറ്റി, ദേ അവള് വരണ്ട്. നിങ്ങൾ എന്താ വരാത്തെ? എന്താ വരാത്തെ? ബാ കാർത്തിക, ഇവിടെ ഇരിക്കൂ കുറച്ചേരം. എന്താ? കാർത്തികയുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയണ്ടേ? മനസ്സിലായി അമൽ ഡേവിസ്, ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ കമ്മിറ്റഡാണ്. അതിനൊന്നുമില്ലേ? ഓ ഓ ഓ, ഇവിടെ കാർത്തിക കമ്മിറ്റഡ് ആണ്. ബൈ, കമ്മിറ്റഡ്. സി, നോ വൺ കേഴ്സ്. പിന്നെ എന്താ തുറന്ന് സംസാരിക്കാനുള്ളത്? ഇവന്റെ ഒരു കേസാണ്. എന്ത്? ഇവന് റീനുവിനെ ഭയങ്കര ഇഷ്ടമാണ്. അത് തുറന്നു പറയാൻ ഭയങ്കര മടി, മഹാനാണക്കാരനാ. കാർത്തികനോടാവുമ്പോ എല്ലാം പറയാലോ. ഇപ്പൊ സംഗതി നേരെ ഉൾട്ടയല്ലോ. ഒന്നുമില്ല. ഇതിനാണോ ഇത്രയും ബിൽഡപ്പ് ഒക്കെ കൊടുത്ത് ഞങ്ങളെ പബ്ബിലോട്ടുണ്ടെന്ന്? ഇതവിടെ വെച്ചേ പറയായിരുന്നില്ലേ? അവിടെ വെച്ച് പറഞ്ഞിരുന്നെങ്കിൽ അപ്പൊ തന്നെ അടിച്ചേരില്ലേ? നോ. സച്ചിൻ എന്നിട്ട് UK പോക്കൊക്കെ എന്തായി? അത് ഒരു തവണയും കൂടി അപ്ലൈ ചെയ്താൽ കിട്ടും. എന്റെ സച്ചിനെ, എനിക്ക് നാളെ എന്താന്നുള്ള പ്ലാനെങ്കിലും ഉണ്ടോ? 30 വയസ്സ് വരെയുള്ള പ്ലാൻ അവൾക്ക് ഇപ്പോഴേ ഉണ്ട്. കോളേജ് പഠിക്കുമ്പോൾ എന്തോ ബോയ് ഫ്രണ്ടൊക്കെ ഉണ്ടായിരുന്നു, അത് പൊട്ടിയതോടെ ഇനി നേരെ മാരേജ് വന്നിരുന്ന് നിൽക്കുക അവള്. അതും അവളെക്കാളും പ്രായവും പക്വതയും വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരാള്. നീ ആണെങ്കിൽ ഓരോരുത്തർ പറയുന്നിട്ട് UK പോകാൻ പ്ലാൻ ചെയ്യുന്നു, അത് കഴിഞ്ഞ് ചെന്നൈയിലോട്ട് പോകുന്നു, ആരോ പറയാനായിട്ട് ഗേറ്റ് കോച്ചിങ് ഇട്ടെടുക്കുന്നു. നീ ആദ്യം നിന്റെ കരിയർ എന്താ തീരുമാനിക്കേ, എന്നിട്ട് പ്രേമിക്കാൻ നടക്ക്. ഇതൊന്നും പറയണ്ട, രണ്ടുപേരും ഞങ്ങൾ താമസിക്കുന്നതിന്റെ അപ്പുറത്തൊന്ന് താമസിക്കാം. ഇതൊക്കെ സ്റ്റോക്കിംഗ് ആണ്. സ്റ്റോക്കിംഗ് എന്താണെന്നറിയോ സച്ചിന്? സ്റ്റോക്കിംഗ് എന്താണെന്ന് അറിയുകയും ചെയ്യും, അതിൽ പൈസ ഇട്ടിട്ടുണ്ട്, പൈസ പോയിട്ടുണ്ട്. ആ കേസ് വിട്. അത് സ്റ്റോക്ക് മാർക്കറ്റിംഗ്. സപ്പോസ് ഇനി അവൾ ആരെങ്കിലും ഡേറ്റ് ചെയ്യണമെന്ന് തന്നെ ഇരിക്കട്ടെ, അവളെക്കാൾ സ്മാർട്ട് ആയിട്ടുള്ള ഒരാളെ മാത്രമേ അവൾ ഡേറ്റ് ചെയ്യുള്ളൂ. നീ ഈ പറയണ കണ്ടീഷൻസ് ഒക്കെ ഒത്താണെങ്കിൽ ഒരാളെ എവിടെ നിന്ന് കിട്ടാനാണ്? അങ്ങനെ ഒരാൾ ഞങ്ങളുടെ ഓഫീസ് തന്നെ ഉണ്ടെങ്കിലോ? ആരായിരിക്കും? വിത്തിൻ 6 months അവര് നല്ലൊരു കപ്പിളാവാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് എന്താ തോന്നണേ? ഞാനിത് അവളുടെ അടുത്ത് സംസാരിക്കണോ? വേണ്ട, അവളോട് പറയണ്ട. സോറി. അമൽ, get a life, man. നീ ഒരു 2 ബിയർ കൂടി പറ. എടാ, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മുതലെന്തേ? തോമസേ, മോനെ തോമസേ.